എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷാവമിയുടെ 11i അതായത് 120 വാട്ട് ഹൈപ്പർ ചാർജ് ടെക്നോളജിയിൽ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ. അതായത് ഈ ഒരു ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ വെറും 15 മിനിറ്റ് മാത്രം മതി. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ഫോൺ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് റാപ്പിംഗ് ഉണ്ട്, അത് നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്യാം. ബോക്സിൻ്റെ മുകളിൽ തന്നെ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ MIൻ്റെ ലോഗോ ആണ്. പിന്നെ Xiaomi 11i 5G എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് തന്നെയാണ് ഈ ഒരു Xiaomi പറഞ്ഞത്. ഈ ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സെയിൽ ചെയ്യപ്പെട്ടത് ഈ ഒരു Xiaomi ബ്രാൻഡിൻ്റെ, അതായത് MI റെഡ്മി പോലുള്ള ബ്രാൻഡുകളാണെന്ന് പറയാം. പിന്നെ ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ പിന്നെ അസംബിൾ ചെയ്യപ്പെട്ട സംഭവമാണിത്. പിന്നെ ഇതിൻ്റെ വേരിയൻറ്റ് 6GB 128GB വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ കളർ വരുന്നത് പർപ്പിൾ മിസ്റ്റ് ആണ്. 4 കളറിലാണ് വരുന്നത്. ഒന്ന് ക്യാമോ ഗ്രീൻ, പിന്നൊന്ന് പസഫിക് പേൾ, പിന്നൊന്ന് പർപ്പിൾ മിസ്റ്റ്, പിന്നെ അതുപോലെ സ്റ്റീൽ ടു ബ്ലാക്ക്. ഇങ്ങനെ 4 കളർ വേരിയൻറ്റിലാണ് ഈ ഒരു സംഭവം വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 29,999 രൂപയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിലെ റേറ്റ് വരുന്നത്. പിന്നെ 2 റാം ഓപ്ഷനിലാണ് ഇത് വരുന്നത്. ഒന്ന് 8GB 128GB, അതുപോലെ 6GB 128GB. 8GB വേരിയൻറ്റിൻ്റെ വില വരുന്നത് 26,999 ആണ്. അതുപോലെ 6GB വേരിയൻറ്റിൻ്റെ വില വരുന്നത് 24,999 ആണ്. അതുപോലെ SBI കാർഡൊക്കെ ഉപയോഗിച്ച് വാങ്ങിയാണെങ്കിൽ 2,500 രൂപയുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാഷ് ബാക്കൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, ഏകദേശം ഒരു 21,000 സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് ഏതായാലും ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബോക്സിൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ സിം കാർഡ് ഇജക്ടർ ടൂള് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ. അതുപോലെ ഒരു ബാക്ക് കവറും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സോഫ്റ്റ് കവറാണ്. ഓക്കെ, നമുക്ക് ഫോൺ എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫോണ്. തൽക്കാലം ഇതിവിടെ മാറ്റി നോക്കാം. ബോക്സിലെ മറ്റ് കണ്ടൻറ്റുകൾ നോക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് ബ്രിക്ക് വരുന്നത്. USB-C to A കേബിള്. ഇനി ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. ഒന്ന് സിമ്പിൾ 11i എന്ന് പറഞ്ഞ വേരിയൻറ്റും, പിന്നെ ഒന്ന് 11i ഹൈപ്പർ ചാർജ് എന്നുള്ള വേരിയൻറ്റും. അപ്പോൾ 11iയുടെ കൂടെ 67 വാട്ടിൻ്റെ ഒരു ബ്രിക്കാണ് കിട്ടുന്നത്. അതുപോലെ 11i ഹൈപ്പർ ചാർജിൻ്റെ കൂടെ 120 വാട്ടിൻ്റെ ചാർജർ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ബാറ്ററിയും അതുപോലെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഒരു കവർ ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഫോണാണ്. സൂപ്പർ ഡിസൈനാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. പക്ഷേ സൈസ് നോക്കുമ്പോൾ അധികം ബൾക്കിയൊന്നുമല്ല, കയ്യിൽ ഒതുങ്ങുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കും വരുന്ന ഗ്ലാസ് ആണ്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഏകദേശം ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ്. പൊതുവെ എനിക്ക് ഈ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 206 ഗ്രാമാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ആ ഒരു 120 വാട്ടിൻ്റെ ചാർജിങ് ബ്രിക്കും അത്യാവശ്യം നല്ല വെയിറ്റിലാണ്. ഏകദേശം ഒരു 200 ഗ്രാമിനടുത്ത് വെയിറ്റ് വരുന്നൊരു ബ്രിക്കാണ് അതിൻ്റെ കൂടെ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഈ കേസ് ഒന്ന് ഇട്ട് നോക്കാം. കേസ് ഇട്ടതിന് ശേഷം കാണാൻ നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടൺസ് ആൻഡ് പോർട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ വോളിയം ലോക്കേഴ്സ് വരുന്നത്. അതുപോലെ പവർ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നത്. അതായത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രൈമറി മൈക്രോഫോൺ, അതുപോലെ USB-C പോർട്ട്, പിന്നെ ഇവിടെ സിം കാർഡ് ട്രേ ഏതായാലും ഇജക്റ്റ് ചെയ്ത് നോക്കാം. ഹൈബ്രിഡ് ടൈപ്പാണ് വരുന്നത്. അതായത് ഒരേ സമയം 2 നാനോ സിമ്മോ ഇല്ലെങ്കിൽ 1 നാനോ സിമ്മും പിന്നെ ഒരു മെമ്മറി കാർഡോ യൂസ് ചെയ്യാം. മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്ലെയിൻ ആണ്, വേറെ പോർട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പീക്കർ ഗ്രില്ല്, പിന്നെ സെക്കൻഡറി മൈക്ക്, പിന്നെ IR ബ്ലാസ്റ്റർ. സാധാരണ എല്ലാ Xiaomi ഫോണുകളിലും കാണുന്നതാണ് ഈ ഒരു IR ബ്ലാസ്റ്റർ. പിന്നെ 3.5mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ വരുന്ന മിഡ് റേഞ്ച് ഫോണുകളിലൊക്കെ ഈ ഒരു പോർട്ട് സാധാരണ കാണാറില്ല. പക്ഷേ ഇത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഓക്കെ, അതുപോലെ പുറകിൽ ഇവിടെ Xiaomi 5G എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ക്യാമറ മൊഡ്യൂൾ വരുന്നത്. അത്യാവശ്യം പുറത്തേക്ക് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഓക്കെ,
ഇപ്പോൾ വരുന്ന ആ ഒരു എല്ലാ ഷാമി ഫോണുകളിലും വരുന്നൊരു ടൈപ്പ് ഒരു ക്യാമറ മൊഡ്യൂളാണ് ഇതിലും വന്നിരിക്കുന്നത്. വളരെ നല്ല കാണാൻ സ്റ്റൈലിഷ് ആയ ഒരു മൊഡ്യൂളാണ്. ഡിസ്പ്ലേ ഓൺ ചെയ്ത് നോക്കാം. എംഐൻ്റെ ലോഗോ ഇവിടെ കാണാം. പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. MIUI 12.5 ആണ് ഇതിൽ സ്റ്റോക്കായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഫോണൊന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം. ഫോൺ ഇവിടെ ഓൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അടിപൊളി ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 6.6 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതുപോലെ 360 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേയുടെ കൂടെ വരുന്നുണ്ട്. ഒരു സെൻട്രൽ പഞ്ച് ഹോളായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇതിൻ്റെ സൈഡ് ബെസൽസ് ഒക്കെ വളരെ തിന്നാണ്. അതിൽ നല്ലൊരു ഡിസ്പ്ലേ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റായ ഒരു ഡിസ്പ്ലേ തന്നെയാണെന്ന് പറയാം. 1200 നിറ്റ്സ് ബ്രൈറ്റ്നെസ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ് വരുന്നത്. അതുപോലെ ഓപ്പറേഷനൊക്കെ വളരെ സ്മൂത്താണ്. ഇതിൽ 360 ഹെർട്സിൻ്റെ ആ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്നുണ്ടെന്ന് തന്നെ പറയാം. ഏതായാലും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 920 എന്ന ഒരു 5G പ്രോസറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി റാം പറയുകയാണെങ്കിൽ 6GB വേരിയൻ്റ് ആണിത്. അതുപോലെ ഇൻറ്റർണൽ സ്റ്റോറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 128GB 20.9GB യൂസ് ചെയ്തിട്ടുണ്ട്. MIUI 12.5.1 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡിൻ്റെ വേർഷൻ 11 ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 69% ചാർജ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏകദേശം 18 അവേഴ്സോളം നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കപ്പ് കിട്ടുന്നതാണ്. അൾട്രാ ബാറ്ററി സേവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 60 മണിക്കൂറോളം ഇതിൻ്റെ ബാക്കപ്പ് കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് 5160 mAh ബാറ്ററിയാണ്. ഇതിൻ്റെ കൂടെ വരുന്ന 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. പിന്നെ ഹൈപ്പർ ചാർജ് ടെക്നോളജിയിൽ വരികയാണെങ്കിൽ അതിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. അതിൻ്റെ കൂടെ വരുന്നത് 120 വാട്ടിൻ്റെ ആ ഒരു ചാർജറാണ്. അപ്പോൾ സാധാരണ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടായിരിക്കും, ഇത്രയും വലിയൊരു ബ്രിക്കൊക്കെ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പെർഫോമൻസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നില്ല കാര്യം എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ ഷവമി തന്നെ പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 800 ചാർജിങ് സൈക്കിൾ വരെയൊന്നും ഇതിനൊരു കുഴപ്പം ഉണ്ടാവില്ല. അതിനുശേഷം ഒരു 20% അതിൻ്റെ ബാറ്ററി ഹെൽത്ത് ചിലപ്പോൾ ഡൗൺ ആവാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു 120 വാട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് ബാറ്ററി ഫുൾ ചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഷവമി പറയുന്നത്. അതുപോലെ 67 വാട്ടിൻ്റെ ചാർജർ ആണെങ്കിൽ 13 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം 50% ചാർജ് ആകുന്നതാണ് ഷവമി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേകം ടെക്നോളജിയിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. ബ്രേക്ക് ത്രൂ ടെക്നോളജി പറഞ്ഞൊരു പുതിയ ടെക്നോളജി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഡുവൽ സെല്ലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഡുവൽ ചാർജിങ് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് 2 സെല്ലിലേക്ക്, അതായത് 2250 mAh 2 സെല്ലിലേക്കാണ് ചാർജിങ് നടക്കുന്നത്. സാധാരണ വരുന്നത് സിംഗിൾ സെൽ ബാറ്ററി ആയിരിക്കും. പക്ഷേ ഈ ഒരു മോഡലിൽ മാത്രം ഡുവൽ സെൽ ബാറ്ററിയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചാർജിങ് സിസ്റ്റം അവർ കൊണ്ടുവന്നുകൊണ്ട് ഒരുപാട് ചാർജിങ് റിലേറ്റഡ് ആയ ഒരുപാട് പുതിയ പുതിയ ടേമുകൾ ഇല്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹൈ ടെമ്പറേച്ചർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പ്രൊട്ടക്ഷൻ, അതുപോലെ ലോ ടെമ്പറേച്ചർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പ്രൊട്ടക്ഷൻ, അതുപോലെ ഡബിൾ ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ, ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ, ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, കേബിൾ എൻക്രിപ്ഷൻ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടേമുകൾ അവർ ഈ ഒരു സംഭവം കൊണ്ടുവന്നപ്പോൾ അവർ ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ വിശ്വസിച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ചൂടാവുമോ ഇല്ലെങ്കിൽ ബാറ്ററിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നില്ല ആ ഒരു പേടിയൊന്നും വേണ്ട. പക്ഷേ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ബൂസ്റ്റ് ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നോർമലി സാധാരണ ചാർജിങ് സ്പീഡിലായിരിക്കും പിന്നെ ചാർജിങ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു 120 വാട്ട് മാക്സിമം ആ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഞാനും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ ഹൈപ്പർ ചാർജിങ് ടെക്നോളജി യൂസ് ചെയ്യുക. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ സാധാരണ നോർമൽ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബാറ്ററി ലൈഫൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാമറയെ പറ്റി നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് 108 മെഗാ പിക്സലിൻ്റെ ഒരു സാധാരണ ഒരു വൈഡ് ക്യാമറയാണ്. അപ്പോൾ വളരെ നല്ല ക്വാളിറ്റിയുള്ള ഇമേജാണ് കിട്ടുന്നതെന്ന് പറയാം. നമ്മൾ കുറച്ച് സാമ്പിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതായിരിക്കും. 1.89 അപ്പർച്ചറുള്ള ഒരു സാംസങ്ങിൻ്റെ സെൻസറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്.
അതുപോലെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 2.2 അപ്പർച്ചറുള്ള ക്യാമറയാണിത്. അതുപോലെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. മാക്രോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോയും അതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇവിടെ കാണുന്ന ഈ നാലാമത്തേത് ജസ്റ്റ് ഒരു ഡമ്മി റിംഗ് കൊടുത്തതാണ്, ആ ഒരു പാറ്റേൺ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അതുപോലെ വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ ക്യാമറ ഉപയോഗിച്ചിട്ട് 4K 30 ഫ്രെയിം വരെ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുപോലെ ഫ്രണ്ട് ക്യാമറയിൽ മാക്സിമം 1080 60 ഫ്രെയിം വരെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ സെൻസേഴ്സിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ലേറ്റസ്റ്റ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സാധാരണ ഷവമി ഫോണിൽ കാണുന്ന പോലെയുള്ള ആ ഒരു ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ട്. അതുപോലെ ഒരു 360 ഡിഗ്രി ആംബിയൻ ലൈറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു സറൗണ്ടിങ് ബ്രൈറ്റ്നസ് ഒക്കെ സെൻസ് ചെയ്തുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ആകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി സെക്യൂരിറ്റി കാര്യം പറയുകയാണെങ്കിൽ ഫേസ് അൺലോക്കും അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞാണ് ഇതൊരു 5G ഫോണാണ്. ഏകദേശം 8ഓളം ബാൻഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈഫൈ വരുന്നത് വൈഫൈ 6 ആണ്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ്. പിന്നെ ഡുവൽ 4G വോൾട്ടി ഉണ്ട്. പിന്നെ വൈഡ് ബാൻഡ് L1ൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ HDR 10+ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ മൾട്ടിമീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ ഗെയിം കളിക്കാനും അതുപോലെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസൊക്കെ കിട്ടുന്നതാണ്. നല്ല ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ നിങ്ങൾ ഗ്രില്ലിൽ കാണാം, സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു MI 11i എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് വളരെ വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്, അല്ലെങ്കിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു മൊബൈലാണ്. പിന്നെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി കൊണ്ടുവന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു 20-21 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ ഓഫറൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒരു 20-21 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അതുവഴി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ആ ഒരു നോട്ടിഫിക്കേഷൻ ഓളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാനെപ്പോഴും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയാസമയം വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.